ഹലോ ഫ്രണ്ട്സ്, ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ സ്വിമ്മിംഗ് പൂൾ നല്ല ക്ലീനായി നിലനിർത്താൻ ഞാൻ ഉപയോഗിക്കുന്ന മെയിൻ്റനൻസ് സ്റ്റെപ്സ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 2 വർഷമായി കൃത്യമായി ഞാൻ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് കൃത്യമായി ചെയ്താൽ പൂളിൽ ഒട്ടും പായൽ വരില്ല, കൂടാതെ വെള്ളം എപ്പോഴും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. 5 കാര്യങ്ങൾ ഇനി പറയുന്നവയാണ്. ദിവസേനയുള്ള ഫിൽട്രേഷൻ, ആഴ്ചയിൽ 2 തവണയുള്ള ക്ലോറിനേഷൻ, ആഴ്ചയിൽ ഒരിക്കലുള്ള ബാക്ക് വാഷിംഗ്, മാസത്തിൽ 2 തവണയുള്ള വാക്യൂമിംഗ്, പിന്നെ മാസത്തിൽ ഒരിക്കലുള്ള സ്ക്രബിംഗ്. പൂൾ മെയിൻ്റനൻസ് തുടങ്ങുന്നത് തന്നെ പമ്പിൽ നിന്നാണ്. നമ്മുടെ പൂളിലെ പമ്പ് എല്ലാ ദിവസവും 3 മണിക്കൂർ പ്രവർത്തിക്കും. ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് പമ്പ് സ്വയം ഓണാകുന്ന രീതിയിൽ ഞാൻ ഒരു സ്മാർട്ട് ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്താണ് എൻ്റെ റൂഫ് ടോപ്പ് സോളാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നത്. ഇത് ഫിൽട്രേഷൻ പ്രക്രിയ പൂർണ്ണമായും സൗജന്യമാക്കാൻ സഹായിക്കുന്നു. വെള്ളം സർക്കുലേറ്റ് ചെയ്യുമ്പോൾ സാൻഡ് ഫിൽട്ടർ അതിൽ അഴുക്കുകളെല്ലാം അരിച്ചെടുക്കുന്നു. സോളാർ പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ട് കറണ്ട് ബില്ലാകാതെ തന്നെ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയറായി നിൽക്കുന്നു. എല്ലാ 3-4 ദിവസം കൂടുമ്പോഴും പൂളിലെ കെമിക്കൽ ബാലൻസ് നമ്മൾ നോക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ക്ലോറിൻ വെള്ളത്തിലുണ്ടാകുന്ന അണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കും. എന്നാൽ സാധാ ക്ലോറിൻ സൂര്യപ്രകാശത്തിലെ UV റേസ് തട്ടുമ്പോൾ വളരെ പെട്ടെന്ന് ഇല്ലാതാകും. വെറും കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇത് സംഭവിക്കാം. ഇതിനൊരു പരിഹാരമായി ഞാൻ TCC തരികളാണ് ഉപയോഗിക്കുന്നത്. ഇവ സയനൂറിക് ആസിഡ് ചേർത്ത് മുൻകൂട്ടി സ്റ്റെബിലൈസ് ചെയ്ത ക്ലോറിനാണ്. സയനൂറിക് ആസിഡ് ഒരു സൺസ്ക്രീൻ പോലെ വർക്ക് ചെയ്യും. ആഴ്ചയിൽ 2 തവണ ഞാൻ 1/4 കപ്പ് TCCയെ പൂളിൻ്റെ എല്ലാ കോണുകളിലും ഇടും. നമ്മുടെ പൂളിന് ട്രാൻസ്ലൂസൻ ഷീറ്റ് ഉപയോഗിച്ച് റൂഫ് ചെയ്തിരിക്കുന്നതിനാൽ ഇതിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കില്ല. അതുകൊണ്ട് തന്നെ ക്ലോറിൻ ഈ അളവ് മതിയാകും. ക്ലോറിൻ ലെവൽ ചെക്ക് ചെയ്യാൻ ഞാൻ ഒരു റിയേജന്റ് ടെസ്റ്റ് കിറ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് വളരെ സിമ്പിളായ പ്രോസസ്സാണ്. ടെസ്റ്റ് ട്യൂബിൽ പൂളിലെ വെള്ളം നിറയ്ക്കുക, റിയേജന്റ് ഒഴിക്കുക, കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. നല്ല മഞ്ഞ നിറം വരുന്നുണ്ടെങ്കിൽ വെള്ളം സേഫ് ആയിരിക്കാൻ ആവശ്യമുള്ളത്ര ഫ്രീ ക്ലോറിൻ ഉണ്ടെന്നാണ് അർത്ഥം. സാൻഡ് ഫിൽട്ടർ അതിൻ്റെ ജോലി ചെയ്യുമ്പോൾ അതിൽ അഴുക്കുകൾ വന്നു നിറയും. ഫിൽട്ടർ നല്ല എഫിഷ്യൻ്റായി കൊണ്ടുപോകാൻ എല്ലാ ഞായറാഴ്ചയും ഞാൻ ബാക്ക് വാഷ് ചെയ്യും. ഇതിനായി മൾട്ടിപോർട്ട് വാൽവ് ഞാൻ ബാക്ക് വാഷ് മോഡിലേക്ക് മാറ്റും. ഇത് ഫിൽട്ടർ സാൻഡിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് തിരിച്ചുവിടും. അടിഞ്ഞുകൂടിയ അഴുക്കുകളെല്ലാം ഡ്രെയിനേജ് പിറ്റിലേക്ക് ഒഴുകിപ്പോകും. ബാക്ക് വാഷ് വെള്ളം നല്ല ക്ലിയർ ആയി കഴിയുമ്പോൾ പ്ലംബിംഗ് ലൈനുകൾ ക്ലീൻ ആകാൻ വേണ്ടി കുറച്ച് സെക്കൻഡ് ഞാൻ റിൻസ് മോഡിലേക്ക് മാറ്റും. അത് കഴിഞ്ഞാൽ നേരെ വീണ്ടും ഫിൽട്ടർ മോഡിലേക്ക് ഇടും. ബാക്ക് വാഷിംഗ് ചെയ്യുമ്പോൾ വെള്ളം നഷ്ടപ്പെടുന്നത് കൊണ്ട് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ഓവർഹെഡ് ടാങ്കിൽ നിന്ന് പൂളിലേക്ക് വെള്ളം ടോപ്പപ്പ് ചെയ്യും. കൂടെ പമ്പിൻ്റെ മെയിൻ സെഡിമെന്റ് ബാസ്ക്കറ്റിൽ വീഴുന്ന ഇലകളും മറ്റും ക്ലീൻ ചെയ്യാറുമുണ്ട്. ഇനി നമ്മൾ പൂളിൻ്റെ പ്രതലം ക്ലീൻ ചെയ്യുന്നത് നോക്കാം. 2 ആഴ്ചയിലൊരിക്കൽ ഞാൻ വാക്യൂം ഹെഡ് ഇതിനായുള്ള സക്ഷൻ പോർട്ടിലേക്ക് കണക്ട് ചെയ്യും. ഞാൻ വാക്യൂം ഹെഡ് വളരെ പതുക്കെ ഒരു സിക്സാക് പാറ്റേണിൽ പൂളിൻ്റെ തറയിലൂടെ നീക്കും. അടിത്തട്ടിൽ അടിഞ്ഞിട്ടുള്ള പൊടിയും ഇലയും മറ്റും ഇതുവഴി ഫിൽട്ടറിലേക്ക് പോകും. മാസത്തിലൊരിക്കൽ ഞാൻ സൈഡ് വാളും ഫ്ലോറും പൂൾ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യും. ക്ലോറിൻ ലെവൽ കറക്റ്റ് ആണെങ്കിൽ പോലും ടൈലുകളുടെ ഇടയിലോ എപ്പോക്സിയിലോ പായൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചുവരുകളും തറയും വേഗത്തിലൊന്ന് ബ്രഷ് ചെയ്യുന്നത് ബയോഫിലിം ഫോം ചെയ്ത് തടയുകയും സർഫസ് എപ്പോഴും നല്ല സ്മൂത്ത് ആയിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ പൂൾ എപ്പോഴും ക്രിസ്റ്റൽ ക്ലിയറായി സൂക്ഷിക്കാൻ ഈ 5 സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. പൂൾ പായൽ പിടിച്ച് കിടക്കുന്ന സീൻ പൂർണ്ണമായി ഒഴിവാക്കാം. കൂടാതെ മെയിൻ്റനൻസ് ചെലവ് നല്ല രീതിയിൽ കുറയ്ക്കാം. പൂളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകളും മെയിൻ്റനൻസ് ടിപ്പുകൾ ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. അടുത്ത വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണാം. ബൈ.